ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കൽ അനാലിസിസിലെ ഒരു കൺസെപ്റ്റായ ഡൈവേർജൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ യൂസ്ഫുള്ളായ ഒരു കൺസെപ്റ്റാണിത്. ലീഡിങ് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ ട്രെൻഡ് റിവേഴ്സലിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി അറിയാൻ ഇത് സഹായിക്കും. സാധാരണയായി ഡൈവേർജൻസ് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചാർട്ട് 1 ഡേ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ചാർട്ടുകളാണ്. അതിൽ ആക്യുറസിയും കൂടുതലായിരിക്കും. ഇതിൽ കുറഞ്ഞ ടൈം ഫ്രെയിമുകളിൽ ആക്യുറസി കുറവായിരിക്കും. നമുക്ക് നോക്കാമെങ്കിലും മൊമെൻറ്റം ഷിഫ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. പിന്നെ ഡൈവേർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതാദ്യം നോക്കാം. ഡൈവേർജൻസ് എന്നുള്ള വേർഡിൽ തന്നെ അർത്ഥം അതായത് വിപരീത ദിശയിൽ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഇതിൽ ചാർട്ടിൽ വിപരീത ദിശയിൽ പോകുന്നതായിട്ട് നമ്മൾ നോക്കുന്നത് ഒന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ്, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസ്, പിന്നെ ഇൻഡിക്കേറ്ററായിട്ട് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സാണ്. മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് RSI, MACD അതുപോലുള്ള മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നുള്ളതെങ്കിൽ അത് ഡൈവേർജൻസ് ആയിട്ട് കരുതാം. ഓക്കെ, മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് RSI തന്നെയാണ് ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാം. അതിലും RSI തന്നെ 14 പീരീഡ് RSI ആണ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഡൈവേർജൻസ് ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് റെഗുലർ ഡൈവേർജൻസ്, രണ്ടാമത്തെ ഹിഡൻ ഡൈവേർജൻസ്. റെഗുലർ ഡൈവേർജൻസ് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. റിവേഴ്സൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ. അതായത് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ അപ്പ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത് റിവേഴ്സായിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അപ്പ് ട്രെൻഡിലേക്ക് പോകുന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി, അങ്ങനെ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റർ. ഹിഡൻ ഡൈവേർജൻസ് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് മനസ്സിലാക്കി തരുന്ന പാറ്റേൺ. അതിൻ്റെ ഒരു കൺഫർമേഷൻ. അത് കറൻറ്റ് ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ അത് ഇനിയും അപ്പ് ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നുള്ളത് ഒരു സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ പാറ്റേൺസ് ആണ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്. ഇതിൽ തന്നെ റെഗുലർ ഡൈവേർജൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. റെഗുലർ ബുള്ളിഷ് ഡൈവേർജൻസ്, റെഗുലർ ബിയറിഷ് റെഗുലർ ഡൈവേർജൻസ്. അതായത് പേരിൽ തന്നെ ഉണ്ട്, ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതലെങ്കിൽ അതിനെ റെഗുലർ ബുള്ളിഷ് ഡൈവേർജൻസ് എന്നറിയും. ട്രെൻഡ് റിവേഴ്സായിട്ട് ബിയറിഷ് ആവാനാണ് കൂടുതൽ ചാൻസ് എങ്കിൽ അതിനെ റെഗുലർ ബിയറിഷ് ഡൈവേർജൻസ് എന്നറിയും. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആയ ഹിഡൻ ഡൈവേർജൻസിലും രണ്ട് ടൈപ്പ് ഉണ്ട്. ബുള്ളിഷ് ഡൈവേർജൻസ്, ബുള്ളിഷ് ഹിഡൻ ഡൈവേർജൻസ്, ബിയറിഷ് ഹിഡൻ ഡൈവേർജൻസ്. പേരിൽ തന്നെ ഉണ്ട്. അതായത് ബുള്ളിഷ് പാറ്റേൺ കണ്ടിന്യൂ ആവാനാണ് ഉള്ള ചാൻസ് എങ്കിൽ അതിനെ അതിലുള്ള പാറ്റേൺ ആണ് ഹിഡൻ ബുള്ളിഷ് ഡൈവേർജൻസ്. ബിയറിഷ് ട്രെൻഡിൽ ഫോം ചെയ്യുന്ന കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ഹിഡൻ ബിയറിഷ് ഡൈവേർജൻസ്. കൂടുതലായിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വന്നത് റെഗുലർ ബുള്ളിഷ് ഡൈവേർജൻസ് മാത്രമാണ്. അപ്പോൾ ഓരോന്നും നോക്കി നമുക്ക് സ്ലോലി പോവാം. കാരണം 4 ടൈപ്പ് ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നിൻ്റെ കൺസെപ്റ്റ് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം അടുത്തേക്ക് പോവാം. അപ്പോഴായിരിക്കും കൂടുതൽ എളുപ്പം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം റെഗുലർ ബുള്ളിഷ് ഡൈവേർജൻസിനെ പറ്റി പഠിക്കാം. റെഗുലർ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ റിവേഴ്സലാണെങ്കിൽ മുമ്പൊരു ട്രെൻഡ് ഉണ്ടാവണം, അന്നെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആവാൻ പറ്റും. അപ്പോൾ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ നോക്കാം ആദ്യം. അത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ചെറിയൊരു പാർട്ടാണ്. അതുകൊണ്ട് അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഒരു സ്റ്റോക്ക് പ്രധാനമായിട്ട് 3 തരം ട്രെൻഡാണുള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു സ്റ്റോക്ക് അപ്പ് ട്രെൻഡിൽ എന്ന് പറയുന്നത്, അപ്പ് ട്രെൻഡിലായ ഒരു സ്റ്റോക്ക് ഡയറക്റ്റ് ഒറ്റ സ്ട്രൈറ്റ് ലൈനിൽ മുകളിലോട്ടല്ല പോകുന്നത്. അതായത് ഒരു ഹൈ ഉണ്ടാക്കും, എന്നിട്ട് ചെറിയൊരു റിട്രേസ്മെൻറ്റ് വരും, എന്നിട്ട് വീണ്ടും ഒരു ഹൈ ഫോം ചെയ്യും, വീണ്ടും ഒരു റിട്രേസ്മെൻറ്റ്, പിന്നെ വീണ്ടും മുകളിലോട്ട്. ആ രീതിയിലാണ് ഇത് മുകളിലോട്ട് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഡൗൺ ട്രെൻഡുള്ള സ്റ്റോക്ക് ആയാലും.
ഒന്ന് താഴോട്ട് വരും, എന്നിട്ടൊരു ചെറിയൊരു പുൾ ബാക്ക്, വീണ്ടും അതിൽ താഴോട്ടേക്ക് വരും, പുതിയ ലോ ഉണ്ടാക്കും, അതായത് ലോവർ ലോ, പിന്നെ ചെറിയൊരു പുൾ ബാക്ക്, പിന്നെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരും. ആ രീതിയിലാണ് ഡൗൺ ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം റെഗുലർ ബുള്ളിഷ് ഡൈവേർജൻസിനെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രൈസ് ഡൗൺ ട്രെൻഡിലായിരിക്കും, അതായത് പുതിയ ലോവർ ലോ ഫോം ചെയ്തുകൊണ്ട് താഴോട്ടേക്കായിരിക്കും. പക്ഷേ ഇൻഡിക്കേറ്റർ ഒരു പുതിയ ഹയർ ലോ ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് പ്രൈസ് ഡൗൺ ട്രെൻഡിലായതുകൊണ്ട് തന്നെ ലോവർ ലോ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ മൊമെൻറ്റം ഷിഫ്റ്റ് ആയിട്ട് ഒരു ഹയർ ലോ ഫോം ചെയ്തിട്ടുണ്ടാവും. അതൊരു ഇൻഡിക്കേഷനാണ്, മൊമെൻറ്റം ഷിഫ്റ്റ് ആവുന്നുണ്ട് ബുൾസിൻ്റെ സൈഡിലേക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ട്രെൻഡ് ഏത് സമയത്തും റിവേഴ്സൽ ആവാന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. അതായത് ഇപ്പോഴുള്ള ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണിത്. ഇനി നമുക്ക് ചാർട്ടിൽ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. പിന്നീട് ഒക്ടോബർ മാസത്തിൽ നിഫ്റ്റി ഒരു ലോവർ ലോ ഫോം ചെയ്തു. പക്ഷേ RSI ഇൻഡിക്കേറ്ററിൽ ഒരു ഹയർ ലോ ആണ് ഫോം ചെയ്തത്. അടുത്ത ദിവസം തന്നെ നിഫ്റ്റി റിവേഴ്സലായി ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇത് നിഫ്റ്റിയുടെ മാർച്ച് മാസത്തിലെ ഒരു ചാർട്ടാണ്. ഇതിൽ നിഫ്റ്റി പുതിയ ലോവർ ലോസ് ഫോം ചെയ്ത് ഡൗൺ ട്രെൻഡിലായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് മൊമെൻറ്റം ഇൻഡിക്കേറ്റർ RSIയിലൊരു ഹയർ ലോ ഫോം ചെയ്തു. ഉടനെ തന്നെ ട്രെൻഡ് റിവേഴ്സായി നിഫ്റ്റി മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇത് റിലയൻസിൻ്റെ ഒക്ടോബർ മാസത്തിലെ ഒരു ചാർട്ടാണ്. ഇതിൽ സ്റ്റോക്ക് ഒരു ലോവർ ലോസ് ഫോം ചെയ്ത് ഡൗൺ ട്രെൻഡിലായിരുന്നു. പക്ഷേ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ RSIയിൽ ഒരു ഹയർ ലോ ഫോം ചെയ്തു. നെക്സ്റ്റ് ഡേ മുതൽ അത് അപ്പ് ട്രെൻഡിലേക്ക് മാറുന്നതാണ് കാണുന്നത്. ഇങ്ങനെ ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും ട്രെൻഡ് റിവേഴ്സൽ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. ഇതിപ്പോൾ ഡെയിലി ചാർട്ടാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റി. ഇത് വീഗാർഡിൻ്റെ ചാർട്ടാണ്. ഇതിലും സെയിം ഇൻഡിക്കേറ്ററിൽ ഹയർ ലോ, സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ലോവർ ലോ ഫോം ചെയ്തു, ട്രെൻഡ് റിവേഴ്സായി. ഇങ്ങനെ പല എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നിഫ്റ്റിൻ്റെ ചാർട്ട് നോക്കിയാലും മറ്റ് സ്റ്റോക്സിൻ്റെ ചാർട്ട് നോക്കിയാലും കുറേ എക്സാമ്പിൾസ് കാണാൻ പറ്റും. നിങ്ങൾ പല ചാർട്ടുകളെടുത്ത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ്. ടെക്നിക്കൽ അനാലിസിസ് 100% ഒന്നുമില്ല, അത് എല്ലാം പ്രോബബിലിറ്റിയാണ്. അപ്പോൾ റിവേഴ്സലിൻ്റെ പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റൂ, 100% റിവേഴ്സ് ആവുന്നല്ല. പിന്നെ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.